മലയാള മനോരമയുടെ പാർപ്പിടം പദ്ധതി പ്രകാരം കൊല്ലത്ത് ആശ്രാമം മൈതാനിയിൽ അവർ കോംപ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടത്തിൻ്റെ ബിൽഡേഴ്സാണ് അതെല്ലാം. അതായത് പുതിയ ഒരാൾ വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് മോഡൽ നമ്മളെ കാണിക്കുകയും അതിനകത്ത് ഇഷ്ടപ്പെടുന്ന കെട്ടിടം നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് അതിനകത്തുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട്. മാത്രമല്ല ഒരു വീട്ടിനകത്ത് കാണുന്ന ഫർണിച്ചർ സാധനങ്ങൾ, AC, കാറ്, ലോണോട് കൂടിയത്, ഇതെല്ലാം ഒരു കുടക്കീഴിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ MD തുളസി, വള്ളിക്കാവ്. ആദ്യമേ ടൈൽസ് സെക്ഷനാണ്. ഒരു സെയിൽസ് ഗേളാണ് അവിടെ നിൽക്കുന്നത്. അവരെന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. പാർപ്പിടത്തിൻ്റെ കവാടമായി കാണുന്നത് വളരെ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഡെക്കറേഷനാണ് ഈ കാണുന്നത്. ബേസിക് പ്ലാൻ എടുത്താലും സ്റ്റൈൽ ഇത്തിരി ക്വാളിറ്റി ഉള്ള ടൈൽ വേണം, ഫസ്റ്റ് ക്ലാസ് ടൈൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻസസ്. നോക്കിയിട്ടോ ബ്രാഞ്ചുണ്ട്. ഹെഡ് ഓഫീസ് ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോറാണ്. ഏതെല്ലാം രീതിയിലുള്ള വെൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്? എല്ലാ സെഗ്മെന്റിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ ടൈൽസ്, കാസ്റ്റ്, സ്റ്റീല്, സിമെന്റ്, ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽ, പെയിന്റ്. സകല ആൾക്കാരും പല ഭാഗങ്ങളിൽ നിന്നും എടുക്കുന്നുണ്ട്. അതിനെക്കാട്ടി വില കൂടുതലാണോ വില കുറവാണോ? വില കൂടുതലാണ്, ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തില്ല, ആരും മേടിക്കത്തില്ല. അതിനെക്കാട്ടി ക്വാളിറ്റി കൂടുതലാണെന്നോ? ക്വാളിറ്റി കൂടുതൽ. ഇത് വിദേശ നിർമ്മിതമാണോ അതോ സ്വദേശി നിർമ്മിതമാണോ ഈ സാധനങ്ങളെല്ലാം? ഇന്ത്യൻ മാനുഫാക്ചർ. എന്നാ ഇത് തുടങ്ങിയത്? 1920. എന്നിട്ട് ഇപ്പോഴാണല്ലോ ഈ മൈതാനത്ത് തുടങ്ങിയത്? അല്ല. ഓർഡറൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ? 100 വർഷത്തിന് മേലെയായിട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇത് വാട്ടർ ടാങ്കാണ് വരുന്നത്. വളരെ ടെക്നോളജിയുള്ള വാട്ടർ ടാങ്കാണ് ഇതുള്ളത്. അടിഭാഗത്തെന്ന് പറയുന്നത് ഓപ്പണാണ്. കണക്ട് ചെയ്ത് ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ആ വാട്ടർ എപ്പോഴും മൂന്നാമത്തെ അറിയുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് അറിയുന്ന തിരിച്ചാണ്. ഇത് കല്ലിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുന്നതാണ്. ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള കല്ല് ഇവിടെ വെച്ചേക്കാം. ഈ കല്ല് ഉപയോഗിച്ചാണ് വീട് വെക്കുന്നത്? അത് എന്തിൻ്റെ വയ്ക്ക് വേണ്ടി? വീടിൻ്റെ മുമ്പച്ചത്ത് നിരത്തേണ്ട വയ്ക്ക് വേണ്ടിയാണ്? ഈ 4 ഐറ്റംസും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് നമ്മൾ സ്റ്റീലുണ്ടാക്കുന്നത്. അതായത് ഇത് നമ്മുടെ റോസ് സ്പോഞ്ചാണ്, സിലിക്കോൺ മാംഗനീസ് എന്ന് പറയുന്ന മെറ്റീരിയൽ, ഫെറോ സിലിക്കൺ, ഇത് അലൂമിനിയം. ഈ 4 നമ്മൾ മിക്സ് ചെയ്ത് അതായത് ഒരു 1600 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ ആ ബില്ലറ്റ് ഫോമിലോട്ടാക്കുന്നത്. ആ ബില്ലറ്റ് ഫോമിനെ വീണ്ടും നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് നമ്മൾ റോൾ ചെയ്താണ് കമ്പിയാക്കുന്നത്. 1500 ഡിഗ്രിക്കകത്ത് ഇത് ഉരുവോ? 1600 ഉരുവോ? അതെ. ബാക്കി ബ്രാൻഡ്സൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് 1500 ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 1600 യൂസ് ചെയ്യും. അത് കൂടുതൽ ഹീറ്റ് വരുന്നുണ്ട്. അതിൽ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള ബാക്ടീരിയസും ബാക്കി ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ബേൺ ചെയ്തു. ഈ സെക്ഷനിലെ റോഫിൻ ടൈൽസുകളാണ്. വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസുകളാണ് ഇവിടെ ഇരിക്കുന്നത്.
ഇത് സ്റ്റീലിൻ്റെ ടാങ്കറാണ്. ഇത് എത്ര ആയിരം ലിറ്ററിൻ്റെയാ? ഇത് 650. എത്ര രൂപ അതിൻ്റെ വില? 24,800. 24. ഇനി 1000 ലിറ്റർ 28,500. ശരി. ഇനി വാറണ്ടി ഉണ്ടോ? വാറണ്ടി 10 വർഷം. 10 വർഷം. 10 വർഷത്തേക്ക് ഇത് ചോരത്തില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞാൽ ലൈഫ് 30 വർഷത്തിലധികം നമുക്ക് ഉപയോഗിക്കാം. ചോർച്ചയൊന്നും വരില്ല. ശരി, നോക്കിയിട്ട്. ഇതെന്താ സാധനം? ബയോമെട്രിക് ലോക്സ്. ശരി. ഇത് വർക്ക് എങ്ങനെയാണ്? ഇത് നമുക്ക് 6 വേ ആയിട്ട് ഇത് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. ഇത് വിത്ത് ക്യാമറ ഉൾപ്പെടെ വരുന്നതാണ്. ഇത് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. ഇത് പിൻ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ശരി. അതുപോലെ തന്നെ ഇത് വോളിബെൽ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇത് കമ്പനി ഒരു മാനുവൽ കീ കൊടുക്കുന്നു. പിന്നെ ഇത് നമ്മൾ ബാറ്ററിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ശരി. നമ്മൾ ഒരു വട്ടം ഒന്നും ബാറ്ററി ചാർജ് ചെയ്ത് 4 മാസം ഉപയോഗിക്കാൻ പറ്റും. വീണ്ടും ചാർജ് പോകുന്നതനുസരിച്ച് നമുക്കിത് ചാർജ് ചെയ്താൽ മതി. സാറിൻ്റെ മൊബൈലിലേക്ക് കുത്തിയിടുന്ന പോലെ ചാർജ് ചെയ്താൽ നല്ലൊരു കാര്യമാണല്ലേ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഗേറ്റിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കതവിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ചെറുത് മെയിനായിട്ട് എല്ലാവരും വീടിൻ്റെ ഫ്രണ്ട് ഡോറിനാണ് ഇത് കൊടുക്കുന്നത്. അതെ. ശരി, പറഞ്ഞതിന് നന്ദി. ശരി. ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വീട്ടിലെ AC യുടെ സെക്ഷനാണിത്. ഏത് തരത്തിലെ AC വേണമെങ്കിലും ഇവിടെ കിട്ടും. ഇവിടെ മെത്ത ഐറ്റമാണ്. ഇത് അലൂമിനിയം കതവിൻ്റെ സെക്ഷനാണിത്. വളരെ ക്വാളിറ്റിയുള്ള അലൂമിനിയം തകട് ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ പിന്നെ ബാത്റൂമിൻ്റെയൊക്കെ കതവ് പണിയുന്നത്. ഒരു പുതിയ വീട് വേണമെങ്കിൽ ആ വീട് പണിയേണ്ട വഴിക്ക് വേണ്ടിയുള്ള സകല ഡെക്കറേഷൻ ഐറ്റങ്ങളും ബിൽഡേഴ്സുമാണ് ഇവിടെ ഉള്ളത്. എങ്ങും പോകണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിൽഡേഴ്സിനെ കിട്ടിക്കഴിഞ്ഞ് ഏത് തരത്തിലുള്ള വീട് പണിയാനും ഇവിടെ സാധിക്കുന്നതായിരിക്കും. എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കല്ലും കട്ടയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ഏത് തരത്തിലുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷനാണ് നമുക്ക് വേണ്ട ആ മോഡലെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയർ ഡെക്കറേഷൻ കാണിച്ചിട്ട് ഇവരെ കൊണ്ട് നമ്മൾക്ക് നിഷ്പ്രയാസം ചെയ്യിപ്പിക്കാനേ ഉള്ളൂ. അവിടെ ഇവിടെ നമ്മൾ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നടക്കണ്ട, ഇവരെ തന്നെ ചെയ്യുവാണെങ്കിൽ ഒരു വീടിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യുന്നതായിരിക്കും.
കാഴ്ചയിലും മേന്മയിലും ഒന്നാമനാണെന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. കാഴ്ചയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ ക്വാളിറ്റി ആയിട്ടുള്ള തകിടുകളാണ് ഇവിടെ ഇരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഡിപ്പോയും കൂടെ ഉണ്ട്. PSC ഇംഗ്ലീഷിൻ്റെ ഉണ്ട്, തിങ്ക് ലൈക്ക് യുവർ ഡോക്ടറുണ്ട്. ഒരുപാട് പുതിയ പുതിയ പുസ്തകങ്ങളും പഴയ പുസ്തകങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആത്മീയപരമായിട്ടുള്ള പുസ്തകങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, ഭാരതീയ നാഗരിക ശബ്ദകോശം പോലുള്ള പുസ്തകങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ കൂളറിൻ്റെ സെക്ഷനാണ്. ഈ കൂളറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിച്ച് പിന്നെ കൂളിംഗ് വരുന്ന ഒരു പിന്നെ കൂളറല്ല ഇത് വളരെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പിന്നെ കൂളറാണ്. വളരെ തണുത്ത കാറ്റാണ് ഇതിൽ നിന്ന് വരുന്നത്. നല്ല ഫ്രഷ് ആയിരുന്നു സാർ. ജസ്റ്റ് ഇവിടെ നിന്ന് കൈ വെച്ച് കൊടുക്കും. നമ്മൾ രാവിലെ 10 മണി ഓൺ ചെയ്ത് വെച്ചേക്കും. ഒരു 1.5 മണിക്കൂറായിട്ടുള്ളൂ. രാത്രി 9 മണി വരെ കണ്ടിന്യൂസ്ഡ് ഓണാണ്. നിങ്ങളെ പോലെ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് 24 hours യൂസ് ചെയ്യാം. ഒരിക്കലും മോട്ടർ ചൂടാവുകയോ ചൂട് കാറ്റ് വരുന്നില്ല. വെറുതെ നേരെ നല്ല ഫ്രഷ് എയറായിരിക്കും. ആളുകൾ ബെഡ്റൂമിലേക്ക് അദ്ദേഹം പറയുന്നത് ശരിയാണ്. കാലത്തെ ഓണാക്കി വെച്ചിരിക്കുന്ന ഈ കൂളർ ഒരു കാരണവശാലും ചൂടെന്ന് പറയുന്ന ഒരു കാര്യമില്ല, തണുത്താണ്. ഇതിൻ്റെ ടെക്നോളജിയെ പറ്റി ഒന്ന് പറയാം. ഇതിൻ്റെ ടെക്നോളജിയെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ഭയങ്കര കിട്ടുന്ന എയർ കൂളറാണ്. ഇതിൻ്റെ വാറണ്ടി പീരീഡ് എത്ര വർഷമുണ്ട്? ഇതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ്? ഇതിൻ്റെ ഉള്ളിലെ ടെക്നോളജിയാണ്. ശരി. ഇതിൻ്റെ തണുപ്പാണല്ലോ എപ്പോഴും വരുന്നത്, ചൂട് വരുന്നില്ല. അതെന്താ? കാറ്റ് വരുന്നില്ല. 21,000 RPM ആണ് വരുന്നത്. ശരി. ഇതാണ് സോഫ്റ്റ് കാറ്റായിട്ട് പറഞ്ഞത്. ഇതിനെന്തോ വില വരും? ഇതിന്റെ വില വരുന്നത് 5,990 നമ്മുടെ വീട്ടിലെ പഴയ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഉപകരണം ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാം. 2,000 രൂപ ഓഫറാണ്. ശരി. അപ്പോൾ പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2,000 രൂപ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റിത്തരാം. അത് നല്ലൊരു കാര്യം തന്നെ കേട്ടോ. ശരി, കുറേ നേരം പറഞ്ഞതിന് നന്ദി. ഇത് മലയാള മനോരമയുടെ സ്ഥാപനമാണ്. ഇതെന്തൊക്കെയാ? ഇന്റീരിയർ പ്രോഡക്ട്സ്. ഒരു 1,500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് ഇന്റീരിയർ ചെയ്യുന്നതിന് എത്ര രൂപ ചിലവാകും? ഇന്റീരിയർ എന്ത് പ്രോഡക്റ്റ് എന്ത് ഇന്റീരിയർ യൂസ് ചെയ്യുന്നത്? പക്ഷേ നമുക്ക് പലതരം പ്രോഡക്റ്റുകളുണ്ട്. അതായത് ഇന്ന് ചെയ്യുന്ന നമുക്ക് നോർമലായിട്ടുള്ള കസ്റ്റമറിനുള്ള വാൾ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ട് റേറ്റ് പറയാൻ പറ്റത്തില്ല. ശരി. അപ്പം നമ്മൾ നോക്കിയെടുക്കുന്ന അനുസരിച്ചായിരിക്കും അതിൻ്റെ വില വരുന്നത്. ശരി ശരി, വളരെ വിശാഖയുടെ വീഗോൾഡിന്റെ പ്രോഡക്ട്സുകളാണ്. സീലിംഗും പാർട്ടീഷൻസ് ചെയ്യുന്ന ബോർഡ്സ് ആണ്. സീലിംഗ് ടൈൽസ് ആണ്. ഇത് വന്നിട്ട് വാൽ പാനലിൽ ഉപയോഗിക്കുന്ന പാനൽസ് ആണ്. ഇത് നമ്മുടെ പാർട്ടീഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന ബോർഡുകളാണ്. ശരി, വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സാധനമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ? വിശാഖ ഇൻഡസ്ട്രീസിന്റെ വി ബോർഡ്സ് ആണ് മാർക്കറ്റ് ലീഡേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ടാഗ്ലൈനിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സിമെന്റ് ബോർഡ്സും വി ബോർഡ്സ് അല്ല. അതായത് നമ്മളുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്തിട്ടാണ് പല സിമെന്റ് ബോർഡുകളും മാർക്കറ്റ് പിച്ച് ചെയ്യുന്നത്. ശരി, വളരെ ഉപകാരം. ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാ? ഇത് ക്വാളിറ്റിയുള്ള സാധനമാണോ അതോ ജപ്പാനിയാണ്? ഇതിൻ്റെ വില എങ്ങനെ വരും? വില കൂടുതലാണ്. വില കൂടുതലായാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണല്ലോ. രൂപയാണ്. 17 അടി കിട്ടും. ഇത് ലോക്ക് അഴിക്കുക. നമ്മൾ ഇത്
ഇത് മാക്സിമം ആയിട്ട് വെച്ചിരിക്കും. 17 ഇച്ചിരൂടെ പോകും, ശകലോടെ പോകും. അതിനെന്താ വിലയാ? ഇതിനെന്താ വിലയാ? അത് സാറേ 4400. 4400. തേങ്ങായും മാങ്ങായും ഒക്കെ പിടിച്ചാൽ വളരെ എളുപ്പമാണല്ലോ. സബ്സിഡി കിടക്കുന്നതുകൊണ്ട് നമുക്ക് 3 അത് ശരി. ഇവിടെ നിൽക്കുന്ന ഈ ഉൽപ്പന്നത്തെ പറ്റി നമുക്ക് നോക്കാം. ഇത് മെഡിക്കലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, മെഡിക്കൽ ഉപകരണങ്ങളാണ്. അതായത് ഞരമ്പ് കുറുകയും വളയും തിരിഞ്ഞിരിക്കുന്നവർക്ക് ഈ മെഷീൻ വെച്ച് ശരീരത്തിൽ തടകുവാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നേരെയാണ്. ഉദ്ദേശം ഒരു ഫിസിയോതെറാപ്പിയുടെ മെഷീനാണിത്. ഈ മെഷീനെ പറ്റി ഒന്ന് പറയാമോ? ഇതിൻ്റെ വർക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്ന്? ഞാൻ നേരത്തെ തടയി കൊടുത്തത് തേച്ചൊന്നുമില്ല. ഇവിടെ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് പഠിപ്പിക്കും. ശരി. പേര് പറഞ്ഞാൽ എഴുതാം, വീട്ടിൽ കൊണ്ട് പഠിപ്പിച്ചതാണ്. ഫുൾ ബോഡി പെയിനാണ് പറഞ്ഞത്. പ്രഷർ ഷുഗറിനൊക്കെ പോയി. ശരി. എങ്ങനെയാണ്? ഇതിനെന്തോ വിലയാ? 3500 3500 രൂപ വില. ഹോസ്പിറ്റലിൽ വഴിയാകുമ്പോൾ 6000. ശരി. എങ്ങനെയാണ്? വാക്യൂം ക്ലീൻ നമ്മുടെ വീടും കാറും കൂടെ ചെയ്യാം. സോഫ ബെഡൊക്കെ കാറ് ടൈല് കുഷ്യനൊക്കെ ഒക്കെ ക്ലീൻ ആക്കട്ടെ വേണ്ടിയുള്ള മെഷീൻ. അതിനെന്താ വിലയാ? ഇത് കടകളിൽ എടുക്കുന്നവർക്ക് 5950. അങ്ങനെ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ മേളയിൽ 1500 രൂപ കുറച്ച് കൊടുക്കും. 1500 ബുക്ക് ചെയ്ത് 6 മാസം കൊണ്ട് എടുക്കാൻ പറ്റും. ശരി. ഇപ്പം വില കുറവുണ്ട്. ഇത് ഇന്ത്യൻ്റെ ആണോ വിദേശിയുടെയാണോ? ഇന്ത്യയിലെ സാധനം ഇതിന് വളരെ വിലക്കുറവായിട്ട് ഇപ്പം തരുന്നത്. ഓഫറാണ് ഈ സമയത്ത്. ഓഫറിലെടുക്കുവാണെങ്കിൽ 3500 രൂപയ്ക്ക് മുകളിൽ കിട്ടും. വളരെ സ്മാർട്ടായിട്ടുള്ള മെഷീനാണിത്. ഇതിനെന്തോ വില? പുറത്ത് കടകളിൽ നിന്ന് മേടിക്കേണ്ടത് 10,900 ഷോറൂം റേറ്റ് വരും. ഇവിടെ നമുക്കൊരു 3000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. 7,900. അതിപ്പോൾ സാറ് താല്പര്യം ഉണ്ടെങ്കിൽ ഈ 7,900 കൊടുത്ത് ഇവിടുന്ന് വാങ്ങണമെങ്കിൽ സാറിന് ഇവിടെ തന്നെ വാങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമറൊക്കെ ചെയ്യണ പോലെ പേരും അഡ്രസ്സും കൊടുത്ത് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് 4 മാസം വരെ നമ്മുടെ കൊല്ലത്തുണ്ട്. എവിടെ സ്ഥലം എവിടെയാണ്? ഈ മെഷീൻ വെച്ചല്ലേ നമ്മുടെ മതിലിലൊക്കെ അടിക്കൊള്ളനെ ഇളക്കുന്നത്. അത്ര പവർഫുള്ളാണ്. എത്ര വാട്ട്സ് അതിൻ്റെ? ഇത് 1900 വാട്ട്സ്, 140 ബാർ പ്രഷർ. നമുക്ക് ഇന്നും കൂടി റേറ്റ് കൊടുക്കാം. അപ്പോൾ 7500 രൂപ ഡിസ്കൗണ്ടിന് കിട്ടും. 7,900. ശരി, വളരെ ഇവിടെ ഇലക്ട്രിക് സാധനങ്ങളാണ്. ഇവിടെ ഈ പച്ച പരവതാനിക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 70 രൂപയായിട്ടാണ് പറയുന്നത്. ഇത് പല കളറിലുള്ള കല്ലുകളാണ് ഇവിടെ ഇരിക്കുന്നത്. വീടിൻ്റെ ഡെക്കറേഷൻ മോടി പിടിപ്പിക്കേണ്ട വഴിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കല്ലുകളാണ്. വിലപിടിച്ച കല്ലുകളാണ്. നോക്കി ഏതെല്ലാം രീതിയിലുണ്ടല്ലോ. നമുക്ക് ബെഡിൻ്റെ അടുക്കിലോട്ട് പോകാം. ഈ ബെഡിനൊരു പ്രത്യേകതയുണ്ട്. ആ ബെഡിൻ്റെ പ്രത്യേകതയെപ്പറ്റി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വളരെ
നമ്മൾ മറ്റുള്ള മെത്തകൾ കിടക്കുന്നതിനെക്കാട്ടി വളരെ സ്പോഞ്ച് പോലത്തെ മെത്തയാണ്, ശരീരത്തിന് യാതൊരു കുഴപ്പം പറ്റാത്തത്. സൂപ്പർ സോഫ്റ്റ് വരും. ആ ഫസ്റ്റ് ഈ ലെയർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സോഫ്റ്റ് ആണ്. താഴെ വരുന്നത് കൊയറാണ്. കൊയർ റീബോണ്ടഡ് ഫോമും വരുന്നുണ്ട്. 7 വർഷം റീപ്ലേസ്മെന്റ് വാറന്റി തരാൻ പറ്റും. പിന്നെ ബാംബു ട്രീറ്റഡ് ആണ് ഫാബ്രിക് വരുന്നത്. റീപ്ലേസ്മെന്റ് വാറന്റി ആണ്. ഈ ബ്രാൻഡ് റീപോസ് ആണ്. നമുക്ക് ഇതിന്റെ MRP റേറ്റിൽ എടുക്കുകയാണെങ്കിൽ 2 മെത്ത എടുക്കാം. ഈ മെത്തയുടെ കൂടെ 4 പില്ലോയും വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ടറും ഫ്രീ വരുന്നുണ്ട്. ഇതിന് ഒരെണ്ണത്തിന്റെ എന്താ വിലയാ? ഇത് ഒരെണ്ണത്തിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 20,950. 20,950 എടുത്ത സെയിം മോഡല് 2 കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ ഓഫറാണ്. ഓഫറിന് ഒരു കാരണവശാലും നമ്മൾ എടുക്കാതിരിക്കരുത്. ഇപ്പോൾ ഏറ്റവും നല്ല മെത്തയാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ 4 തലയണയാണുള്ള. ഈ 4 തലയണ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലുള്ളതാണ്. മെമ്മറി ഫോമാ, ഫുള്ള് മെമ്മറി ഫോമാ വരുന്നത്. അതിനും വാറന്റി ഉണ്ട്. 7 വർഷം മാട്രസ് കുഴിഞ്ഞു പോയാൽ റീപ്ലേസ്മെന്റ് വാറന്റി കിട്ടും. ശരി ശരി, ഇത്രയും നേരം ഇതിനെപ്പറ്റി പറഞ്ഞതിന് വളരെ നന്ദി. ഈ കസേരയൊക്കെ ഉള്ളതാണ്, ഇതില്ലാത്ത കാര്യ ഗുണമൊന്നുമില്ല. ഈ കാറിൻ്റെ സെക്ഷനാണ്. കാർ എടുക്കുന്നവർക്ക് ലോണും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അവർ. ബൈക്കും ഉണ്ട്. ഒരു വീടിന് വേണ്ട സകല ചുറ്റുപാട് ഈ കുടക്കീഴിലുണ്ട്. നമ്മൾ വന്നൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സാധനം മേടിക്കാതെ പോകാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പല സാധനങ്ങളും നമ്മുടെ കണ്ണിഞ്ചിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.